CMDRF-ലേക്ക് വന്ന പണം കക്ഷി നേതാവിന്റെ മരണത്തിന് കൊടുത്തവരാണ് ഇവർ. അതേ CMDRF-ൽ നിന്ന് വന്ന പണം എടുത്താണ് കത്രിക വയറ്റിൽ വെച്ച ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്ക് വേണ്ടി പണം കൊടുക്കാൻ. ഏതായാലും ആ പണം വയനാടിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ പണം വയനാടിന് വേണ്ടി അല്ലാതെ പൈസ ഒരു കക്ഷി നേതാവിന്റെ മരണത്തിന്റെ ഭാഗമായി കൊടുക്കില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾ തെറ്റായ കാര്യം പറഞ്ഞു. അതൊന്ന് തിരുത്തി പോവാതെ CMDRF-ലേക്ക് വരുന്ന ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് CMDRF-ന്റെ ഫണ്ടാണ്. ഈ വയനാട് ഫണ്ട് പ്രത്യേക അക്കൗണ്ടാണ്. മരിച്ചുപോയാളെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഈ സമരം എന്ന വാക്ക് DYFI-ക്കാർ മറന്നില്ല എന്നറിയില്ല. ഇനി മറ്റേ കവിത ഉണ്ടല്ലോ, നാളെ ഈ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും, ആ സാധനമൊക്കെ ആയിട്ട് ഇവര് ഇറങ്ങാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. ഞങ്ങളുടെ സമരത്തെ ഇങ്ങനെ ഭയക്കുന്നല്ലേ? മനുഷ്യച്ചങ്ങല നടത്തിയിട്ടുണ്ട് ഞങ്ങള്, ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര തൊഴിൽ നിഷേധത്തിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ കാലയളവിൽ മനുഷ്യച്ചങ്ങല നടത്തി സമരം നടത്തിയവരാ ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും സമരങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഗവൺമെന്റ് നിങ്ങൾ സമാധാനം കൊടുക്കുമെന്ന് അവർക്ക് അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നല്ലോ. ഞങ്ങൾ വസ്തുതകളെ നോക്കി വസ്തുതാപരമായി വിലയിരുത്തി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഒരു സമരം ഇവർക്ക് ഇനി സമരം നടത്താൻ പറ്റില്ല. നാട്ടിലെ ജനങ്ങൾക്ക് ഇവരുടെ കള്ളത്തരമൊക്കെ മനസ്സിലായിട്ടുണ്ട്. വസ്തുതകളെ നോക്കി 10 വർഷം എന്താ ഉണ്ടായിരുന്നേ? 10 വർഷം വസ്തുത ഉണ്ടായിരുന്നില്ല ഈ നാട്ടില്. ഞങ്ങൾ കത്രിക ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. അല്ല ഞാൻ പറയട്ടെ, നിങ്ങള് വസ്തുതകളെ നോക്കിയിട്ട് 10 കൊല്ലം സമരം ചെയ്യാത്തവര്, കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയവര്, 10 കൊല്ലം എംപ്ലോയ്മെന്റ് കൊടുക്കാത്തവര്, പാവം PSC-യുടെ അവിടെ ഇരിക്കുക, കുട്ടികളഴിഞ്ഞിട്ട് ഒരു വസ്തു ചെയ്യാത്ത നിങ്ങളാണോ ഇനി സമരം ചെയ്യാൻ പോണേ? കേരളത്തിലെ ജനങ്ങളും യുവാക്കളും പൊട്ടന്മാരാ. നിങ്ങൾ പറയുമ്പോഴേക്കാണ് ഇറങ്ങി വരാൻ. നിങ്ങളുടെ സമരം ഒന്നും നടക്കില്ല, ഇനി സമരം ഒന്നും നടക്കില്ല. മനസ്സിലായില്ലേ? കാരണം ഇവരൊക്കെ പൊള്ളയാണെന്നും കാപട്യമാണെന്നും ഇവർക്കൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല എന്നും നേതാക്കന്മാരും പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ പിന്നെ കൂടെ കിട്ടിയ ആൾക്കാര്, അവരൊക്കെ ഇറങ്ങും. ജനങ്ങൾ ഇവരെ സഹായിക്കില്ല സമരത്തിന്റെ പേരിൽ. എന്റെ അഭിപ്രായം